ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സദ്യകളിൽ വിളമ്പുന്ന ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാവുന്ന തൈര് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാകത്തിന് പുളിയുള്ള മാങ്ങ എടുത്തേക്കുന്നത് 150 തൊട്ട് 200 ഗ്രാമിനും അടുത്തൊക്കെ വെയിറ്റ് വരും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇത് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂറോ 1 മണിക്കൂർ മുമ്പേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പാനിലോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ളു ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് തരിയായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ കടുക് നിങ്ങൾക്ക് ചതയ്ക്കാം, ഇല്ലെങ്കിൽ തരിയായിട്ടൊന്ന് പൊടിച്ചാലും മതി. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഓഫിലായിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം. ഒട്ടും പുളിയില്ലാത്ത തിക്കായിട്ടുള്ള തൈര് വേണം ഒഴിക്കാൻ. തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട് തൈരിനും കൂടെ പുളിയാവരുത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട, കാരണം ഈ പാനിൽ കുറച്ച് ചൂടുണ്ട്. ഈ ചൂടിൽ ഈ തൈരൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 175 ml തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 175 ml തൊട്ട് ഒരു 200 ml വരെയൊക്കെ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ തൈര് ചേർത്തിട്ടുണ്ട്. 200 ml തൈരിനോടടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സദ്യക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു തൈര് മാങ്ങ അച്ചാറായത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുപാട് മാങ്ങയിലൊന്നും ഉണ്ടാക്കണ്ട. ഒരു മാങ്ങയൊക്കെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. വെളിയിലൊന്നും വെച്ചേക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അച്ചാറായത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.